ഹലോ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഭാര്യ മരിച്ച ISRO ഉദ്യോഗസ്ഥൻ്റെ ബയോഡാറ്റയാണ്. ആൾക്ക് 65 വയസ്സ് പ്രായം വരുന്നുണ്ട്. ISROയിൽ നിന്ന് റിട്ടയർഡായ ആളാണ്. ആൾ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത്. ആളെ വൈഫ് ഡിവോഴ്സാണ്. 2 കുട്ടികളുണ്ട്. അവർ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആൾക്ക് ദത്ത് നിൽക്കുന്ന രീതിയായാലും കുഴപ്പമില്ല. ആൾക്ക് നല്ല പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയാളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആൾ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും തന്നെ ആൾക്കില്ല. ജോലിയുള്ള ആളാവണമെന്നോ അല്ലെങ്കിൽ റിട്ടയർഡായ ആളാവണമെന്നൊന്നുമില്ല. ഒരു വീട്ടമ്മേൻ്റെ ബയോഡാറ്റയാണ് അവരാഗ്രഹിക്കണേ. അപ്പോൾ പെൻഷനൊക്കെ നന്നായി കിട്ടുന്ന ആളാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ബയോഡാറ്റ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചേച്ചിമാർ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇയാളുടെ നമ്പർ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് തന്നെ നേരിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറായിരിക്കും തരുന്നത്. ഞാൻ ഈ നമ്പർ നിങ്ങൾക്ക് തരുമ്പോൾ അതിന് യാതൊരുവിധ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും ഞാൻ ഈടാക്കുന്നില്ല. തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ബയോഡാറ്റ തരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഭർത്താവ് മരിച്ച ചേച്ചിമാരോ അല്ലെങ്കിൽ ഭർത്താവ് ഡിവോഴ്സായ ചേച്ചിമാരോ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ചേച്ചിമാരോ ഒക്കെ അങ്ങനെ ഒറ്റപ്പെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉടനെ തന്നെ ഇയാളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനും കാണാനുള്ള അവസരം ഉണ്ടാക്കുന്നതായിരിക്കും. മാത്രമല്ല എല്ലാവരും തന്നെ ഇനിയിപ്പോൾ വിളിക്കാൻ മടിയാണെങ്കിൽ തന്നെ ഈ നമ്പറിൽ നിങ്ങളെ ബയോഡാറ്റ ഒന്ന് അയച്ചിട്ടാൽ ഞാൻ ശ്രദ്ധിച്ചോളും കേട്ടോ. നിങ്ങൾക്ക് വിളിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ബയോഡാറ്റ ഒന്ന് അയച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും തന്നെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. മാത്രമല്ല നിങ്ങളെല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പുനർവിവാഹം ആവശ്യമുള്ള നമുക്ക് ആരുമില്ലാതെ വിഷമിച്ച് കഴിയുന്ന എല്ലാവർക്കും എൻ്റെ ബയോഡാറ്റ ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് നൈറ്റ്. ഓക്കെ.